ഹായ് ഓൾ, ഡോക്ടർ നിയാസ് ആണ് ഡോപ്പേന്ന്. നീറ്റിന് മോട്ടിവേഷൻ ഹെൽപ്ഫുൾ ആവോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ. നീറ്റ് എന്ന് മാത്രമല്ല, പോസിറ്റീവ്ലി നമ്മൾ മുന്നോട്ട് പോകുന്ന പല കാര്യത്തിനും ചുറ്റുപാടിനും ഒരുപാട് മോട്ടിവേഷൻസ് നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികൾ ചിലപ്പോൾ ഇതേ രൂപത്തിൽ ചെയ്യണം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ എത്തുന്ന കാര്യങ്ങൾ, മോട്ടിവേഷൻ സ്റ്റോറീസ് എപ്പോഴും കുട്ടികൾക്ക് നന്നായി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബട്ട് ഒരു കോമ്പറ്റീഷൻ എക്സാമിന് പോലത്തെ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ നമ്മൾ ലോങ് ടേം ആയിട്ട് പ്രാക്ടീസ് വേണ്ട എല്ലാ കാര്യത്തിനും ഒരു താൽക്കാലികം വരുന്ന ഒരു മോട്ടിവേഷൻ നമുക്ക് വർക്കാവില്ല എന്നുള്ളത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്തും മടി കാണിക്കുന്ന സമയത്തും കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിരിക്കുക എന്ന് കാണാറുണ്ട്. ആക്ച്വലി ഇതൊരു അഡിക്ഷൻ ഫോമിലാണ്. ആക്ച്വലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി ഇല്ലാത്ത സമയത്ത് എനർജി കിട്ടുന്ന എന്തെങ്കിലും ഡ്രിങ്കോ എനർജി കിട്ടുന്ന എന്തെങ്കിലും ഡ്രഗ്സോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഡ്രഗിൻ്റെ എഫക്റ്റാണോ അവിടെ ആക്ച്വലി വർക്കൗട്ട് ചെയ്യുന്നത് ദാൻ അവർ ഓൺ മോട്ടിവേഷൻ അല്ലെങ്കിൽ അവർ ഓൺ എനർജി എല്ലാം അവിടെ വർക്കൗട്ട് ആവുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെക്കുന്നത് വെച്ചാൽ, വളരെ ഷോർട്ട് പീരീഡിലേക്ക് മാത്രം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. വീണ്ടും സെയിം കൈൻഡ് ഓഫ് മോട്ടിവേഷനോ അല്ലെങ്കിൽ സെയിം കൈൻഡ് ഓഫ് ഒരു ഡോപ്പമീൻ അഡിക്ഷനോ നമുക്ക് വേണ്ടി വരും മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. സോ നമ്മൾ മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് കൂടുതൽ നമ്മുടെ ഡ്രീമിനെ സെൽഫായിട്ടുള്ള മോട്ടിവേഷൻ ഈസ് ഓൾവേസ് എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ, ജസ്റ്റ് ലൈക്ക് സം ഡ്രഗ്സ് ഓർ എനി അതർ വേർഡ്സ് തന്നെ. ചില വേർഡ്സ് തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അഡിക്റ്റീവ് ആയിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠനത്തിലേക്ക് നേരിട്ട് അറ്റാച്ച് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് കൂടുതൽ നോക്കേണ്ടത്. നമ്മൾ സെൽഫായിട്ടുള്ള സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ആഗ്രഹങ്ങളെ കൂടുതൽ ചെറിഷ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക. നമ്മൾ ടയേർഡാണ് എന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഉള്ള ബോഡി നോർമൽ ഒരു ഡോപ്പമീൻ സ്റ്റേജിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റും. അത് പിന്നെ പതുക്കെ നമ്മൾ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഇന്നത്തെ ഒരു മോട്ടിവേഷനായിട്ട് പറയാനുള്ളത് ഇതാണ്: മോട്ടിവേഷൻ വിൽ നോട്ട് ഗിവ് യു എ ഗുഡ് റിസൾട്ട്. താൽക്കാലികമായിട്ടുള്ള റിലീഫ് കിട്ടും. മേ ബി നിങ്ങൾ ഭയങ്കര ഡൗൺ ആവുന്ന സമയത്ത്, കുറച്ച് സമയത്ത് നമുക്ക് മോട്ടിവേഷൻ ആവുന്നതിൽ തെറ്റൊന്നുമില്ല. ബട്ട് ഡോണ്ട് റിലേ ഓൺ കംപ്ലീറ്റ്ലി മോട്ടിവേഷന് വേണ്ടി റിലേ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകരുത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ബിക്കോസ് അത് നമ്മളെ പ്രിപ്പറേഷനെ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളത് മാത്രമല്ല, റിലേറ്റീവിലെ നമ്മളെ ഡൗൺ ആയിട്ട് കീപ്പ് ചെയ്യാനും കൂടെ അത് കാരണമായി മാറും എന്നുള്ളതാണ്. സോ മോട്ടിവേഷനെ വേണം എന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ കൂടെ ഒന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകുക. ഓൾ ദി ബെസ്റ്റ്.